സ്പോട്ട് ലൈവിന് പോകുന്നത് കൊച്ചിയിലേക്കാണ്. കേരളത്തിൽ സ്ഫോടന പരമ്പരയും ചാവേർ ആക്രമണവും ആസൂത്രണം ചെയ്തെന്ന കേസിൽ പ്രതി റിയാസ് അബൂബക്കർ കുറ്റക്കാരനെന്ന് NIA കോടതി. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി റിയാസ് അബൂബക്കർ മാത്രമാണ് കേസിലെ പ്രതി. പ്രതിക്കെതിരെ NIA ചുമത്തിയ UAPA വകുപ്പിലെ 38, 39 വകുപ്പും IPC 120B വകുപ്പും തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കി. ശിക്ഷാവിധിയിൽ നാളെ വാദം നടക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നവമി, ശ്രീലങ്കയിലെ സ്ഫോടന പരമ്പരയുടെ സൂത്രധാരനുമായി ചേർന്ന് റിയാസ് അബൂബക്കർ കേരളത്തിലും സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്തെന്നായിരുന്നു NIAയുടെ കണ്ടെത്തൽ. പക്ഷേ ഈ കേസിൽ ഈ റിയാസ് അബൂബക്കർ മാത്രമാണ് കുറ്റക്കാരൻ, പ്രതിയെന്ന് NIA വ്യക്തമാക്കുന്നുണ്ട്. നാളെ കേസിന് ശിക്ഷയിന്മേലുള്ള വാദം കേൾക്കുന്നുണ്ട്. നാളെ തന്നെ ശിക്ഷാവിധി പ്രതീക്ഷിക്കണോ? അങ്ങനെ തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ കേസുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളൊക്കെ കോടതിയിൽ നടന്നിരുന്നു. ഇതിൽ നിന്നെല്ലാം കോടതി ഇന്ന് പ്രതി കുറ്റക്കാരനാണെന്ന അവസാന ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും നാളെ ആയിരിക്കും ശിക്ഷാവിധിയിന്മേലുള്ള വാദം. അത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും പ്രതിക്ക് നൽകുന്ന ശിക്ഷ എന്നതിലായിരിക്കും ഇനി കേരളം ഉറ്റുനോക്കുക. ഇതിൽ പ്രധാനപ്പെട്ട 3 വകുപ്പുകൾ UAPA 38, 39, IPC 120B എന്നീ 3 വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇത് 3ഉം തെളിഞ്ഞു എന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കേസിലെ ഏക പ്രതിയാണ് റിയാസ് അബൂബക്കർ. ഈ കേസിന്റെ ഒക്കെ തുടക്കം 2016 2016 കാസർഗോഡ് നിന്നും 15 യുവാക്കളെ കാണാതെ പോയി എന്നുള്ളൊരു കേസ് പോലീസിൽ രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് അത് ആ അന്വേഷണം NIA ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത് ഇവരെ IS-ലേക്കാണ് റിക്രൂട്ട് ചെയ്തതെന്നൊരു അന്വേഷണമായിരുന്നു NIA അന്ന് കണ്ടെത്തിയത്. പിന്നീട് ആ അന്വേഷണമാണ് അബൂബക്കറിലേക്കും എത്തുന്നത്. റിയാസിലേക്ക് എത്തുന്നത് 2018 റിയാസിനെ NIA അറസ്റ്റ് ചെയ്യുന്നത്. ആ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ റിയാസിന്റെ സമൂഹ മാധ്യമങ്ങളിലടക്കം IS-ന് വേണ്ടിയിട്ടുള്ള പ്രചാരണം നടത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അബ്ദുൾ റഷീദിന്റെ ഫോൺ സന്ദേശം. അബ്ദുൾ റഷീദ് ഈ ശ്രീലങ്കൻ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു പങ്കുള്ള ഒരാളാണ്. അയാളുമായി നിരന്തരം റിയാസ് അബൂബക്കർ നിരന്തരം ബന്ധപ്പെട്ടിരുന്നതൊക്കെ NIA കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതോടൊപ്പം ഇയാളുടെ വീട്ടിൽ നിന്നും സ്ഫോടനം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിലുള്ള ചില വസ്തുക്കളൊക്കെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിൽ നിന്നൊക്കെ പ്രാഥമികമായി തന്നെ NIA ഒരു നിഗമനത്തിൽ എത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ IS-ൽ ചേരാൻ പോയ അല്ലെങ്കിൽ IS-ലുള്ള പലരുമായും റിയാസ് അബൂബക്കർ സംസാരിക്കുന്നതും ഫോൺ സന്ദേശങ്ങളും ഒക്കെ കാണുകയും ചെയ്തു. ഇത് തന്നെയാണ് NIAക്ക് ഈ റിയാസിനെ മേലുള്ള സംശയം വർദ്ധിപ്പിക്കുകയും പിന്നീടുള്ള അന്വേഷണത്തിലൊക്കെ ഇയാൾ IS-ന്റെ പ്രചാരകനാണെന്ന് കണ്ടെത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ കൊച്ചിയിലും അടക്കം പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ സ്ഫോടനം നടത്തുവാനും അതോടൊപ്പം തന്നെ ചാവേറാകാനും ഒക്കെ തയ്യാറായി നിന്ന ആളാണ് റിയാസ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റിയാസിനെ ഇപ്പോൾ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. എന്തായാലും റിയാസിനോടൊപ്പം മറ്റ് 3 പേരും കൂടി ആദ്യഘട്ടത്തിൽ NIA കസ്റ്റഡിയിൽ എടുത്തിരുന്നു. കാസർഗോഡ് സ്വദേശികളായ അബൂബക്കർ സിദ്ദിഖ്, അഹമ്മദ് അറാഫത്ത്, കരുനാഗപ്പള്ളി സ്വദേശി മുഹമ്മദ് ഫൈസൽ എന്നിവരായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ പ്രതി ചേർത്തിരുന്നത്. പിന്നീട് ഇവരെ മാപ്പ് സാക്ഷികളാക്കുകയും ചെയ്തിരുന്നു. റിയാസ് തങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്നതാണ്, പക്ഷെ തങ്ങൾക്ക് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ സന്ദേശവും ഒന്നും ലഭിച്ചിരുന്നില്ല. തങ്ങൾ റിയാസ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സംഘടനയിലേക്ക് വന്നത്, കൂടുതലൊന്നും അറിയില്ല എന്നൊക്കെ അവർ ആദ്യഘട്ടത്തിൽ തന്നെ കോടതിയെ അറിയിച്ചതിനെ തുടർന്ന് ഇവരെ മാപ്പ് സാക്ഷിയാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും നാളെ വിധി വരുമ്പോൾ എന്തായിരിക്കും ഈ വകുപ്പുകളെല്ലാം നോക്കുമ്പോൾ 10 വർഷത്തിൽ കുറഞ്ഞതൊന്നും തന്നെ റിയാസിന് മേൽ ചുമത്തില്ല എന്ന് തന്നെയാണ് നവമി സൂചിപ്പിച്ചതുപോലെ. എടപ്പള്ളിയിലെ ലുലു മാള്, കൊച്ചി മറൈൻ ഡ്രൈവ് അടക്കമുള്ള പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ, കൊച്ചിയിലെ അടക്കം പ്രധാനപ്പെട്ട കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലായിരുന്നു ഈ റിയാസ് അബൂബക്കർ ചാവേർ ആക്രമണത്തിന്, സ്ഫോടന പരമ്പരയ്ക്ക് തന്നെ ആസൂത്രണം ഇട്ടത്, ആ രീതിയിലുള്ള പദ്ധതികൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ കാരണം ഒരു കൂട്ടക്കുരുതിയായിരുന്നു ഇയാളുടെ ലക്ഷ്യം. എത്രത്തോളം ഗൗരവമുള്ള കേസാണെന്ന് സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. UAPA വകുപ്പിലെ 38, 39 വകുപ്പുകൾ തെളിഞ്ഞിട്ടുമുണ്ട്. അത് എത്ര വർഷം വരെയും തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് നവമി?
ഈ നിലവിൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ പ്രകാരം 10 വർഷത്തിൽ കുറഞ്ഞതൊന്നും തന്നെ റിയാസിന് ലഭിക്കില്ല എന്ന് ഉറപ്പായി. പക്ഷേ ഇത് ഇത്രയും വലിയ ഗൗരവം കൂടിയ ഒരു കേസാണ്. പ്രഥമ ദൃഷ്ട്യാ തന്നെ റിയാസിനെതിരെയുള്ള എല്ലാ തെളിവുകളും NIA അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ജീവപര്യന്തം അടക്കം ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് പ്രോസിക്യൂഷനും ഈ ഒരു കേസിൽ തള്ളുന്നില്ല. അത്തരത്തിൽ എന്തായാലും കടുത്ത ഒരു ശിക്ഷ തന്നെ ലഭിക്കും. കാരണം ഈ പുറത്തിറങ്ങിയാൽ തന്നെ വീണ്ടും രാജ്യത്തിന് തന്നെ ഒരു ഭീഷണിയാകുന്ന ഒരു വ്യക്തി കൂടിയാണ് റിയാസ്. അതുകൊണ്ട് തന്നെ ജാമ്യം പോലും കൊടുക്കാതെ തന്നെയായിരുന്നു NIA കോടതിയിൽ നിന്നും ഇതുവരെയും റിയാസിന് ജാമ്യം പോലും നൽകിയിരുന്നില്ല. കാരണം അത്രയും ഗൗരവമുള്ള ഒരു കേസ് തന്നെയാണ്. അതുകൊണ്ട് ജീവപര്യന്തം തന്നെ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയാണ് അഭിഭാഷകരും മാധ്യമങ്ങളോട് പങ്കുവച്ചത്. എന്തായാലും ഈ കേസിലെ വിധിയിൽ മേലുള്ള വാദം നാളെ നടക്കും. നാളെ തന്നെ വിധി പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം ടോം, ശ്രീലങ്കൻ സ്ഫോടന കേസിലെ മുഖ്യ ആസൂത്രകനായിരുന്ന റഹ്മാൻ ഹാഷിമിന്റെ ഒരു ആരാധകനായിരുന്നു. അയാളിൽ നിന്നാണ് ഈ ഒരു IS-ലേക്ക് വരാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന തരത്തിലൊക്കെ റിയാസ് ഈ ഒരു IS-ന്റെ പ്രചാരണമൊക്കെ നടത്തുകയും കേരളത്തിലടക്കം സോഷ്യൽ മീഡിയയിലടക്കം താൻ ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നതെന്ന് അന്വേഷണ സംഘത്തിന് മൊഴി നൽകുകയും വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകുന്നത്. കേരളത്തിൽ സ്ഫോടന പരമ്പരയും ചാവേർ ആക്രമണവും ആസൂത്രണം ചെയ്യുന്ന കേസിലാണ് പ്രതി റിയാസ് അബൂബക്കർ കുറ്റക്കാരനെന്ന് NIA കൊച്ചിയിലെ പ്രത്യേക NIA കോടതി വിധിച്ചിരി കണ്ടെത്തിയിരിക്കുന്നത്. പ്രതിയുടെ ശിക്ഷയിന്മേലുള്ള വാദം നാളെ കേൾക്കും. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.